എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാർബുറേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. നമുക്ക് IC-യുടെ പരീക്ഷയിൽ 1 മാർക്കിനും അതുപോലെ 3 മാർക്കിനും ഒക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനാണ് കാർബുറേഷൻ എന്ന് പറയുന്നത്. നമുക്കറിയാം, ഒന്നാമത്തെ മൊഡ്യൂളിൽ നമുക്ക് പഠിക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് കാർബുറേറ്റർ. ഒന്നാമത്തെ മൊഡ്യൂള് പെട്രോൾ ഫ്യൂവൽ സപ്ലൈ സിസ്റ്റത്തിനെ കുറിച്ചാണ് പറയുന്നത്. ഈ ഒരു പെട്രോൾ ഫ്യൂവൽ സപ്ലൈ സിസ്റ്റത്തിൽ നമുക്കറിയാം, എയർ ഫ്യൂവൽ മിക്സറാണ് എൻജിൻ സിലിണ്ടറിനകത്തേക്ക് എത്തുന്നത്. ഈ എയർ ഫ്യൂവൽ മിക്സർ എങ്ങനെയാണ് ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ എൻജിൻ സിലിണ്ടറിനകത്തേക്ക് ഇത് എത്തുന്നതിന് മുന്നേ എവിടെ വെച്ചാണ് ഇത് മിക്സ് ആവുന്നത്? ആ മിക്സ് ചെയ്യുന്ന ഡിവൈസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കാർബുറേറ്റർ. ആ മിക്സ് ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കാർബുറേഷൻ. സോ കാർബുറേഷൻ എന്ന് പറയുന്നത് ഈസ് ദ പ്രോസസ് ഓഫ് മിക്സിംഗ് ദ റൈറ്റ് എമൗണ്ട് ഓഫ് പെട്രോൾ വിത്ത് എയർ ബിഫോർ ഇറ്റ് എൻറ്റേഴ്സ് ദ എൻജിൻ സിലിണ്ടർ ഫോർ കമ്പഷൻ. ഒരു എൻജിൻ സിലിണ്ടറിലേക്ക് എത്തുന്ന മിക്സ്ചർ കൃത്യമായ പ്രപ്പോർഷനിലായിരിക്കണം, അല്ലെങ്കിൽ കറക്റ്റ് പ്രപ്പോർഷനിൽ ആയിരിക്കണം. അപ്പോൾ അവിടെയാണ് നമ്മൾ സ്റ്റോഷിയോമെട്രിക് മിക്സ്ചർ എന്താണ് എന്നുള്ളത് മനസ്സിലാക്കുന്നത്. നമുക്കറിയാം, ഒരു പെട്രോൾ എഞ്ചിനെ സംബന്ധിച്ചിടത്തോളം സ്റ്റോഷിയോമെട്രിക് എയർ ഫ്യൂവൽ റേഷ്യോ എന്ന് പറയുന്നത് 14.7:1 ആണ്. അതായത് 14.7 പാർട്സ് എയർ ടു 1 പാർട്ട് ഫ്യൂവൽ ബൈ വെയ്റ്റ്. ഇതൊരു കംപ്ലീറ്റ് കമ്പഷൻ നടക്കുന്ന മിക്സ്ചറാണ്. അതായത് 14.7 പാർട്ട് എയറും 1 പാർട്ട് ഫ്യൂവലും കൂടെ ചേർന്ന് കത്തുമ്പോൾ അത് കംപ്ലീറ്റ്ലി കമ്പഷൻ നടക്കുന്നു. ഇതിനെ നമ്മൾ സ്റ്റോഷിയോമെട്രിക് എയർ ഫ്യൂവൽ മിക്സ്ചർ എന്ന രീതിയിൽ പറയുന്നു, അല്ലെങ്കിൽ ഐഡിയൽ മിക്സ്ചർ എന്നുള്ള രീതിയിലും പറയും. അപ്പോൾ എന്താണ് ലീൻ മിക്സ്ചർ, എന്താണ് റിച്ച് മിക്സ്ചർ? ലീൻ മിക്സ്ചർ എന്ന് പറയുന്നത് ഫ്യൂവലിൻ്റെ അളവ് വളരെ കുറയുന്ന അവസ്ഥ. എന്നാൽ റിച്ച് മിക്സ്ചർ എന്ന് പറഞ്ഞാലോ, ഫ്യൂവലിൻ്റെ അളവ് വളരെ കൂടുതലായിട്ടുള്ള അവസ്ഥ. രണ്ടും നമ്മൾ പറയുന്നത് സ്റ്റോഷിയോമെട്രിക് മിക്സ്ചറിനെ അപേക്ഷിച്ചാണ്. സോ ഈ കാർബുറേഷനും അതുപോലെ ഈ ഏതെല്ലാം തരത്തിലുള്ള മിക്സ്ചേഴ്സ് ഉണ്ട് എന്നുള്ളതുമെല്ലാം 1 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതുപോലെ തന്നെ കാർബുറേറ്റർ എന്ന് പറയുന്ന ടോപ്പിക്ക് നമ്മൾ എക്സാമിന് എഴുതുമ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് ഈ കാര്യങ്ങളും കൂടെ എഴുതേണ്ടതായിട്ട് വരും. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ കാർബുറേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്? കാർബുറേറ്റർ എന്ന് പറയുന്നത് ഒരു മെക്കാനിക്കൽ ഡിവൈസാണ്. അത് പെട്രോൾ വാഹനങ്ങളിൽ മാത്രം ഉപയോഗിക്കുന്നതാണ്. അതിൻ്റെ പ്രധാന ഫങ്ഷൻസ് എന്ന് പറയുന്നത് മീറ്റർ ദ കറക്റ്റ് ക്വാണ്ടിറ്റി ഓഫ് ഫ്യൂവൽ, മിക്സ് ഇറ്റ് വിത്ത് എയർ, ഡെലിവർ ദ മിക്സ്ചർ ടു ദ എൻജിൻ. ഈ 3 കാര്യങ്ങളാണ് അതിൻ്റെ പ്രധാന ഫങ്ഷൻസ് എന്ന് പറയുന്നത്. അതുപോലെ ഏത് പ്രിൻസിപ്പിളിൻ്റെ അടിസ്ഥാനത്തിലാണ് കാർബുറേറ്റർ വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ ഓഫ് കാർബുറേഷൻ എന്താണ്? കാർബുറേറ്ററിൻ്റെ വർക്ക് വരുന്നത് ബെർണോളിസ് പ്രിൻസിപ്പിളിൻ്റെ അടിസ്ഥാനത്തിലാണ്. എന്താണ് ബെർണോളിസ് പ്രിൻസിപ്പിൾ പറയുന്നത്? വെൻ എയർ പാസസ് ത്രൂ എ നാരോ പാസേജ്, അതാണ് നമ്മൾ വെഞ്ചുറി എന്നുള്ള രീതിയിൽ പറയുന്നത്. ഇറ്റ്സ് സ്പീഡ് ഇൻക്രീസസ് ആൻഡ് പ്രഷർ ഡ്രോപ്സ്. This drop in pressure draws fuel from the float chamber into the airstream. ഇവിടെ ഒരു പമ്പിൻ്റെ സഹായമോ ഒന്നും തന്നെ ഇല്ലാതെ ഫ്യൂവൽ എന്ത് ചെയ്യപ്പെടുന്നു? ഓട്ടോമാറ്റിക്കലി സക്ഡ് ഡ്യൂ ടു പ്രഷർ ഡിഫറൻസ്. പ്രഷർ ഡിഫറൻസ് കാരണം ഫ്യൂവൽ എന്ത് ചെയ്യുന്നു? ആ നോസിലൂടെ പുറത്തേക്ക് വരുന്നു. അതോടൊപ്പം തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്ന കാർബുറേറ്ററിൽ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കണം. ഫ്ലോട്ട് ചേമ്പർ കോൺസ്റ്റൻ്റ് ആയിട്ട് ഫ്യൂവലിനെ ഒരു ലെവലിൽ നിർത്താൻ സഹായിക്കുന്നു. വെഞ്ചുറി ഒരു നാരോ സെക്ഷനാണ്, സ്പീഡ് കൂട്ടുന്നതിനും അതുപോലെ തന്നെ പ്രഷർ റെഡ്യൂസ് ചെയ്യുന്നതിനും വേണ്ടി ഉപയോഗിക്കുന്നു. ത്രോട്ടിൽ വാൽവ് എൻജിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ ചോക്ക് വാൽവ് എന്താണ്? ഡ്യൂറിങ് കോൾഡ് സ്റ്റാർട്ടിങ്, ആ സമയങ്ങളിൽ നമ്മൾ ഒരു ഹെൽപ്പിനായി ഉപയോഗിക്കുന്ന വാൽവാണ് ചോക്ക് വാൽവ്. മെയിൻ ജെറ്റ് ഫ്യൂവൽ നോസിൽ ഫോർ ആറ്റോമൈസേഷൻ, ആറ്റോമൈസേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഫ്യൂവൽ നോസിലാണ്. നമുക്കൊരു കൺക്ലൂഷനിലേക്ക് വരാം. നമ്മളെല്ലാം കൂടെ സമ്മറൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ
കാർബറേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് മിക്സിംഗ് എയർ ആൻഡ് ഫ്യൂവൽ. അതേസമയം കാർബുറേറ്റർ ഈസ് ദ ഡിവൈസ് ദാറ്റ് ഡസ് ദിസ് ജോബ് ബേസ്ഡ് ഓൺ പ്രഷർ ഡിഫറൻസ് ആൻഡ് എൻജിൻ ഡിമാൻഡ്. അതുപോലെ തന്നെ പെട്രോൾ എഞ്ചിനുകളിൽ കാർബുറേറ്റർ എന്ന് പറയുന്നത് ഒരു ക്രൂഷ്യൽ റോള് ഉള്ള ഒരു ഡിവൈസാണ്, എസ്പെഷ്യലി ഓൾഡർ വെഹിക്കിൾസിൽ. ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് ഫ്യൂവൽ ഇഞ്ചക്ഷൻ സിസ്റ്റമാണ്, എന്നാൽ കാർബുറേറ്റേഴ്സും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. സോ ഇത്രയും പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യമായി മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് വളരെ ചെറിയൊരു ടോപ്പിക്കാണ്, 1 മാർക്കിനും 3 മാർക്കിനൊക്കെ ചോദിക്കുന്ന രീതിയിലുള്ള ടോപ്പിക്. അതാണ് നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തത്. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേയ്സ് ക്ലാസ് ഓൺ കാർബറേഷൻ. താങ്ക് യു ആൻഡ് ഹാപ്പി ലേണിംഗ്.